നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ. അങ്ങനെ വിജയൊക്കെ കഴിഞ്ഞു, ആഘോഷവും കഴിഞ്ഞു. ഇനിയിപ്പോഴും ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവേ പോലെ വി.ഡി. സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും കെ.സി. വേണുഗോപാലിന്റെയും ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ചുമ്മാ ഒരു പോസ്റ്റ് അതിന് താഴെ കൂടുതൽ ആളുകൾ കമന്റ് ചെയ്യുക, ആരെ ആവണം നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചുകൊണ്ട് പല കമന്റുകളും അങ്ങനെ ഇടുന്നുണ്ട്. സാധാരണ ഒരു ശക്തമായി നിൽക്കുന്ന ഒരു CPM ആണ് അല്ലെങ്കിൽ LDF ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചാണ്. ജയിച്ചു കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇവിടെ LDF ആകെ അടപടലം തോറ്റിരിക്കുന്നതുകൊണ്ട് ഇവിടെ തോൽവിയുടെ കാരണം അന്വേഷിക്കുകയാണ്. AKG സെന്ററിലടക്കം കഴിഞ്ഞ ദിവസം ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും പ്രതിപക്ഷ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണം കിട്ടിയിട്ടുള്ള UDF-നെ വിമർശിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇവരുടെ തോൽവിയുടെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും ഇപ്പൊ 2 ദിവസം എന്നാണ് പറഞ്ഞത്, അതിനുള്ളിൽ ഒരു തീരുമാനമാകുമെന്നാണ് പറഞ്ഞത്. ഒരു ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വീണ്ടും ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു അടിപിടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് കഴിഞ്ഞല്ലോ. ഇനി സാധ്യതയല്ല, ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. നമ്മളത് സമ്മതിച്ചേ പറ്റൂ. ആ സംബന്ധിച്ച കോൺഗ്രസ് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയാലും ദിസ് ഈസ് ദെയർ, ദാറ്റ് ഈസ് ദെയർ, ദാറ്റ് ഈസ് ഹിയർ. തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനത്തിലെത്താൻ പറ്റാതെ വരുന്നു. ദിസ് എ ക്രൈസിസ്. 24 മണിക്കൂറിനകം തീരുമാനമൊന്നുമല്ലോ. എത്ര 24 മണിക്കൂർ കഴിഞ്ഞു? That's a big question. It is an elephant in the room. There is no doubt about it. ഇതിപ്പോ കിട്ടിയത് നമുക്കറിയാം. നമ്മുടെ ഓഫീസിന്റെ അടുത്താണ് KPCC എന്നറിയാം. വി.ഡി. സതീശൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, 2-3 ദിവസമായിട്ട് അതിലൂടെ കയറി പോകുന്ന കാറുകളുടെ എല്ലാം നമ്പർ നോട്ട് ചെയ്യുക. ഇത്രയും ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഓഫീസിലേക്ക് കടന്നു വരുന്ന കാറുകളെ വരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുമ്പോൾ ഉണ്ടായിരിക്കുന്ന പരസ്പര വിശ്വാസമില്ലായ്മയുടെ ആഴം എത്രയാണെന്നാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. കോൺഗ്രസ് ഇങ്ങനെയായിരുന്നില്ല, ആവാൻ പാടില്ലാത്തതായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും ഇങ്ങനെയായിരുന്നില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ആയി തുടങ്ങിയത്. പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയായിരുന്നു. എല്ലായിടത്തും ബസ്സിലും ട്രെയിനിലും വിമാനത്തിലും വഴിയോരങ്ങളിലും ചായക്കടകളിലും കാപ്പിക്കടകളിലും ചന്തകളിലും എല്ലാം ചർച്ചയായിരുന്നു. അതിനേക്കാൾ വലിയ ചർച്ചയാണിപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ളത്. ഈ ഒരു വിഴുപ്പലക്കൽ നടത്തിയിരിക്കുന്ന ആരാ, ഒരു മുഖ്യമന്ത്രി ആരാവുക എന്നുള്ള കാര്യം ജനങ്ങളുടെ ചർച്ചാ വിഷയമായി വീണ്ടും മാറ്റുമ്പോൾ, തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു ചർച്ചയായിട്ട് അത് മാറ്റുമ്പോൾ അതൊരു ഭൂഷണമോ ഒരു കൃഷ്ണ കിരീടമോ അല്ല, മറിച്ചെന്താണ്, അത് ആ പാർട്ടിയെക്കുറിച്ചുള്ള അവമതിപ്പാണ്. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അടിസ്ഥാനപരമായ കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല. 3 പേര് ഒരേപോലെ തന്നെ ക്ലെയിം ചെയ്യുകയാണ്. ഞാൻ അഹം അഹം ഇകയ എന്ന് പറഞ്ഞ് 3 പേര് എനിക്കാവണം. ആ മോഹത്തിന് നമ്മൾ എന്താ പറയുന്നത്? പാർലമെൻ്ററി വ്യാമോഹം. അതിനുവേണ്ടിയാണോ എയോ ഹ്യൂം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം രൂപവൽക്കരിച്ചത്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്ര ബോസ്, അതുപോലെ തന്നെ പലരും അതിൻ്റെ തലപ്പത്തിരുന്ന് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി നടത്താൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡിൽ പോയി ഞാനാണേ കേമൻ, ഞാനാണേ സീനിയർ എന്നൊരാൾ പറയുന്നു. അവിടെ ഇരുന്നുകൊണ്ട് വേറൊരാൾ ചരടുവലികൾ നടത്തുന്നു, ഫണ്ടുകൾ സംഭാവന ചെയ്യുന്നു. ദീപാദാസ് മുൻഷിയുടെ അടുത്ത ആളായ അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക. ഏതാണ്ട് 53-56 വോട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. ആരിൽ നിന്ന്? MLA-മാരിൽ നിന്ന്. ഈ MLA-മാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്തിനാ? കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കാനാണോ? കേരളത്തെ CPM-ൻ്റെ കെടുകാര്യസ്ഥതയിൽ നിന്നും അഴിമതിയിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രവർത്തനമാണോ ഇപ്പോൾ നടക്കുന്നത്? ശബരിമലയെ കൊള്ളയടിച്ച കള്ളന്മാരെ മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ എന്താണ് CPM-ഉം കോൺഗ്രസും ശ്രമിച്ചത്? BJP-യുടെ അക്കൗണ്ട് മണിച്ചത്ര താഴിട്ട് അല്ലെങ്കിൽ ഇരട്ടത്താഴെന്ന് പറയുമ്പോൾ CPM-ൻ്റെ ഒരു ലോക്ക്, കോൺഗ്രസിൻ്റെ ഒരു ലോക്ക് ഇട്ട് പൂട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. എന്നിട്ട് എന്താണ് BJP ചെയ്തത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന എല്ലാവരുടെയും അംഗീകാരമുള്ള വർഗീയ പാർട്ടിയാണ്. ആ വർഗീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ മാമോദോത്സവ മുക്കി എടുത്തുകൊണ്ട് ആ പാർട്ടി നേടിയതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ വിജയവും അച്ചടക്കവും അവരുടെ മതനിരപേക്ഷ മനോഭാവവും എല്ലാവരും വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ വോട്ടുകൾ ഈ പ്രാവശ്യം BJP കേരളത്തിൽ നേടിയിട്ടുണ്ട്. അവർക്ക് മുസ്ലിം ലീഗിന് 23,000 ആണെങ്കിൽ BJP കിട്ടിയത് 24 ലക്ഷം കണക്കിൽ പറഞ്ഞു.
അങ്ങനെ വോട്ടുകൾ നേടി BJP. അതാരും കാണുന്നില്ല. വാസ്തവം അതാണ്. എന്തുകൊണ്ടാണ്? ഈ രണ്ട് പാർട്ടികളും നടത്തുന്ന വർഗീയ പ്രീണനം കൊണ്ട്. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ താമര വിരിക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെയാണ് അവരുടെ വർഗീയ നയങ്ങൾ കാരണമാണ് താമര കേരളത്തിൽ വിരിഞ്ഞത്. അതാണ് സത്യം. അതവർ മനസ്സിലാക്കുന്നില്ല. വീണ്ടും വീണ്ടും അതിന് BJP വർഗീയ കക്ഷിയാണ്. അല്ല, നിശബ്ദ ഭൂരിപക്ഷത്തിൻ്റെ റിയാക്ഷനാണത്. നിശബ്ദ ഭൂരിപക്ഷം, നിങ്ങളുടെ പ്രീണനം കണ്ട് സഹിക്കാൻ വയ്യാത്ത നിശബ്ദ ഭൂരിപക്ഷമാണ് BJPയുടെ 3 MLA ജയിപ്പിച്ചു വിട്ടത്. അത് വേറൊരു കാര്യം. ഇതിൽ ഈ 3 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ അതിനു വേണ്ടിയല്ല. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കാരണം വഴക്കിടുക എന്ന് പറയുന്ന നാണക്കേടിൽ നിന്ന് ഒഴിവായി നിന്നുകൂടായിരുന്നു. നോക്കൂ, VM സുധീരൻ MLA ആവാൻ വന്നില്ല, MP ആവാൻ വന്നില്ല, ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മര്യാദയ്ക്ക് പോയി. അധികാരമോഹമല്ല, നമ്മൾ അദ്ദേഹത്തെ മനസ്സാ ബഹുമാനിക്കുന്നു, കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഭിമന്ത CPM കാരനാണ്. പക്ഷേ നമ്മൾ കൈകൂപ്പി അദ്ദേഹത്തെ തൊഴുന്നു. എന്താ കാര്യം? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. എത്രയോ വർഷങ്ങളായിട്ട് CPMന് വേണ്ടി CPM അതിൻ്റെ ജ്യോതി ബാസുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കണമെന്ന് UPA ആവശ്യപ്പെട്ടപ്പോൾ പോലും ഒരു മന്ത്രിസ്ഥാനത്തിനോ MLA സ്ഥാനത്തിനോ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തിനോ വേണ്ടി കെഞ്ചാതെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊച്ചു മനുഷ്യൻ. അതാണ് ബിമൻ ബോസ് എന്ന് പറയുന്ന ബിമൻ ദാദ എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന അച്യുതാനന്ദനെ പോലെയുള്ള നേതാവ്. മനസ്സിലായില്ലേ? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും അധികാരത്തിന് വേണ്ടി ഇങ്ങനെ കലഹിക്കരുത്. അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ മുകുൾ വാസനിക്കും അതുപോലെ തന്നെ മാക്കനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ മാക്കൻ എന്ന് പറയുന്നത് സിഖ് കലാപത്തിലെ ഒരു പ്രതിയായിരുന്ന ആളാണ്. അജയ് മാക്കൻ എന്ന് പറയുന്ന ആൾ പ്രതിയായിരുന്ന ആളാണ്. എങ്ങനെയോ രക്ഷപ്പെട്ടു. അധികാരത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെ രക്ഷപ്പെടുത്തു. നമ്മൾ കണ്ടല്ലോ ഭുവനേശ്വരൻ കേസിലെ പ്രതികൾ അങ്ങനെ രക്ഷപ്പെട്ടതെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഭുവനേശ്വരൻ്റെ കേസിലെ പ്രതികൾ അധികാരം എന്ന് പറയുന്ന ഉപയോഗിച്ച് അത് മായ്ച്ചു കളയാൻ പറ്റും, ഒരു അലക്ക് യന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് കാണിച്ചു കൊടുത്തു. അവർ വന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ MLA കൂട്ടത്തോടെ കാണുക. അത് കഴിഞ്ഞ് പ്രത്യേകമായിട്ട് കാണും. കൂട്ടത്തോടെ കാണുമ്പോൾ എല്ലാവരും ഭൂരിപക്ഷം പേരും ആരെ സഹായിക്കും? KC വേണുഗോപാൽ. സ്വാഭാവികമാണ്. എന്താ കാര്യം? അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് പിടിയാണ്. 2, ഇവർക്കെല്ലാം ആവശ്യമുള്ള ഫണ്ട് എത്തിച്ചു കൊടുത്തത് അദ്ദേഹമാണ്. അതാണ് ലാവിഷായിട്ട് പ്രചാരണം നടത്താൻ വേണ്ടി അവർക്ക് കഴിഞ്ഞത്. 2 കാര്യങ്ങൾ. പിന്നെ 2ാം സ്ഥാനം വരുന്ന VD സതീശനാണ്. VD സതീശനൊരു വീരപരിവേഷമുണ്ട്. അദ്ദേഹമാണ് ഈ വിജയം സാധിച്ചതെന്ന്. അത് പൊള്ളയായ ഒരു സത്യമാണ്. കാരണം ഈ വമ്പിച്ച ഭൂരിപക്ഷം കിട്ടിയത് പണ്ടാരടങ്ങാൻ ഇനിയും പിണറായി വിജയൻ്റെ ഭരണം ഈ നാട്ടിൽ വേണ്ടാന്ന് തീരുമാനിച്ച ജനങ്ങളാണ്. വേറൊരു ആൾട്ടർനേറ്റീവ്, ശക്തമായൊരു ആൾട്ടർനേറ്റീവായിട്ട് വന്നിട്ടില്ല BJP എന്നതുകൊണ്ട് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണ്. അടുത്ത പ്രാവശ്യം അത് കിട്ടണമെന്നുമില്ല. ഇതുപോലെ നിങ്ങൾ അങ്കലാപ്പും അതുപോലെ തന്നെ അലങ്കോലം ഉണ്ടാക്കുകയും ചെയ്താണ് അലമ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഈ പിന്തുണ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ആ പാഠം നിങ്ങൾ മറന്നു പോവുകയാണ്. അലമ്പുണ്ടാക്കി ഞാനാവണം എന്ന് പറഞ്ഞിട്ട്. എനിക്കിതൊന്നും വേണ്ട എന്ന് പറയാനുള്ള ആ തൻ്റെ ആ ധൈര്യം, അതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. അതുണ്ടാകുന്നില്ല. ഇനിയും പിന്നെ 3ാമത്തെ രമേശ് ചെന്നിത്തല ഞാനാണ് സീനിയർ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാനാണ് ഈ വിജയത്തിൻ്റെ എല്ലാം പിന്നിലുള്ള ധാർഷ്ട്യം നടത്തുന്ന VD സതീശൻ ഓർക്കേണ്ട ഒരു കാര്യം, VD സതീശ ഈ ധാർഷ്ട്യത്തിനാണ് പണി കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾ. ആ പണി താങ്കൾക്ക് നേരെയും വരുമെന്നുള്ളത് മറക്കണ്ട. ഇതിനേക്കാൾ വലിയ വിജയഭേരി മുറക്കിക്കൊണ്ടിരുന്നതാണ് പിണറായി വിജയൻ. 1ഉം 2ഉം പിണറായി 3ന് വേണ്ടി പോയതാണ്. ഇതിലും വലിയ വിജയഭേരി മുഴക്കിയതാണ്. നിങ്ങളെല്ലാം പ്രശംസിച്ചതാണ് മമതാ ബാനർജിയെ. എവിടെ അള്ളിപ്പിടിച്ച് കസേരയിലിരിക്കുക, എന്നെ ഇവിടുന്ന് മാറ്റല്ലേ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ പോയി. അവരുടെ സഖാക്കൾ മുഴുവൻ, അവരുടെ പാർട്ടി പ്രവർത്തകരായ ഗുണ്ടകൾ മുഴുവൻ BJPയിലേക്ക് പോകും. അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ട് അത് മാറുമെന്നറിയാം. പേടിയാണ് അവർക്ക്. കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. മനസ്സിലായില്ലേ? ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന ഒരു പേടിയാണ് BJP ഫോബിയ. ഒറ്റയ്ക്ക് അവർ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളും പോലീസും സന്നാഹങ്ങളും ഇല്ല, വെളിയിലോട്ടിറങ്ങിയാൽ പെടും എന്നുള്ള പേടിയുണ്ട്. അതിനാണ് ഒരു BJPക്കാരനെ കൊന്നത്. BJPക്കാരൻ ചില്ലറക്കാരനല്ല. അടുത്ത മുഖ്യമന്ത്രിയാവാൻ പോകുന്ന സുവേന്ദു അധികാരിയുടെ PA ആവുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കശാപ്പ് ചെയ്തു. BJPക്കാർ വെറുതെ ഇരുന്നില്ല, അവിടെ നിലവിളിച്ചില്ല. അവർ പോയി CMCയുടെ അവിടുത്തെ ഓഫീസ് അങ്ങ് ബുൾഡോസർ പിടിച്ച് ഇടിച്ചങ്ങ് നിരത്തി. അതും പിന്നെ നിയമപരമല്ലാത്ത വസ്തുവിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവരിടിച്ചങ്ങ് നിരത്തി. തടയാൻ പറ്റുമോ? തൃണമൂലിന് തടയാൻ പറ്റില്ല, നോക്കി നിന്നു. മനസ്സിലായില്ലേ? അതാണിപ്പോൾ ബംഗാളി നടന്നത്. എന്ന് പറയുന്നവരുടെ അവസ്ഥ നാളെ നിങ്ങൾക്കുണ്ടാവും. പിണറായി ഇതുപോലെ അഹങ്കരിച്ചിരുന്നു. അതുകൊണ്ട് ഈ 3 പേരും ചെയ്യേണ്ടത്, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല,
എന്ന് പറഞ്ഞ് AK ആൻ്റണി ചെയ്തതുപോലെ ഞാൻ ഈ സ്ഥാനത്തേക്ക് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ GK മൂവനാർ പണ്ടൊരിക്കലേ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മുഖ്യമന്ത്രിയാകൂ. അപ്പോൾ ചോദിച്ചു ഇതൊരു ആജ്ഞയാണോ എന്ന് AK ആൻ്റണി ചോദിച്ചു. ആജ്ഞയല്ല, ഇതൊരു അപേക്ഷയാണ്. ഈ അപേക്ഷ അനുസരിച്ചില്ലെങ്കിൽ ഇത് ആജ്ഞ. അങ്ങനെ പറഞ്ഞാണ് ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് AK ആൻ്റണി വന്നത്. അച്യുതമേനോനും നിർബന്ധിച്ചു കൊണ്ടുവരുമായിരുന്നു. MP ആയിരുന്ന അച്യുതമേനോനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട്. PK വാസുദേവൻ നായർ അങ്ങനെയായിരുന്നു. അതുപോലെ രാജിവെച്ച് അദ്ദേഹം പോയി. പട്ടിണ്ട കോൺഗ്രസിൽ അവരുടെ നയം തെറ്റാണെന്ന് പാർട്ടി കണ്ടെത്തിയതോടുകൂടി കോൺഗ്രസുമായിട്ടുള്ള ഐക്യം വിട്ടിട്ട് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി PK വാസുദേവൻ നായർ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഭരിച്ച്. ഇതൊക്കെയാണ് ചരിത്രം. അപ്പോൾ അധികാരം വേണ്ടെന്ന് വയ്ക്കുന്നതാണ് മഹത്വം. അധികാരം എനിക്ക് വേണമെന്ന് പറയുന്നത് മഹത്വമല്ല, നാണക്കേടാണ്. ഇത്രയും വലിയ വിജയം ആഘോഷിച്ചിട്ട് ജനങ്ങളെ ഇവം നാട്ടുകാരെ ഒറ്റ വാക്കേ ഉള്ളൂ. കോൺഗ്രസ്സുകാരൻ തന്നെയായിട്ടുള്ള K മുരളീധരൻ പറഞ്ഞു തന്നെയാണ് ശരി. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കോൺഗ്രസ്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുക. അയ്യേ എന്ന് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുക. തീരുമാനം ഉണ്ടാവും, പക്ഷേ തീരുമാനം ഉണ്ടായതുകൊണ്ട് ഈ ചണ്ട നശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, VD സതീശൻ എന്ന് പറഞ്ഞാൽ വളരെ ജൂനിയറായിട്ടുള്ള ഒരാളാണ്. ഇത് ആദ്യമായിട്ടാണ് ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി എന്നുള്ളൊരു പദവി കൊടുക്കുക, വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുക. അവർ ഫോർമുലയിലേക്ക് അവർക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവ ബഹുലമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം, കാണാം. ഉദ്വേഗഭരിതവും ആയിരിക്കും. ഒരു കോമഡി പോലെ ആയി തീർന്നിട്ടുണ്ട്. ഇപ്പോ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു ഡേറ്റ് വരുന്നുണ്ട്, ഇന്ന ദിവസം ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഡേറ്റും വരുന്നില്ല. ഇത് നീണ്ടുപോകാനാണ് സാധ്യത. ഒരു ഏകദേശ ഡേറ്റ് പോലും വരുന്നില്ല. ഏകദേശ ഡേറ്റ് പോലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ടോട്ടലി കൺഫ്യൂസ്. ഇത് ഉണ്ടാവില്ലെന്നാണ് നേരത്തെ വാഗ്ദാനം കൊടുത്തത്. പത്രക്കാർ ചോദിച്ചിരുന്നു, ഇതൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ തീരുമാനിക്കും, സ്വാഭാവികമായിട്ട് നടപടി ഉണ്ട്, അതനുസരിച്ച് തീരുമാനിക്കും. എന്നിട്ടാണ് ഓരോരുത്തരുടെ പേര് ഫീച്ചറുകൾ പത്രത്തിൽ വരുന്നു. ഡോക്യുമെന്റ് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ജയിക്കോ തോൽക്കോ, പക്ഷെ അഥവാ ജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു അർത്ഥത്തിൽ കൂടി ഇവർക്ക് ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ചെയ്ത് വെച്ചുവിടായിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞു. നല്ല ഒരു അപ്പൊ തന്നെ ഒരു വിജയം കഴിഞ്ഞു, അതിന്റെ 24 മണിക്കൂർ പിന്നീട് പിറ്റേന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് ബ്ലൂ പ്രിന്റ് ഉണ്ട്. നമ്മളൊക്കെ മണ്ടന്മാരായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. എന്താണെന്നറിയോ? രാഹുൽ തീരുമാനം എടുക്കുന്ന ആരാ? രാഹുൽ ഗാന്ധിയെ. രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കുന്ന ആരാ? KC വേണുഗോപാല. അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, KC നിനക്ക് തരാം മുഖ്യമന്ത്രി പദം, നീ ഫണ്ട് ആവശ്യത്തിന് കൊടുക്കണം, എൻ്റെ കയ്യിലെങ്കിലും കാശില്ല. കർണാടകത്തിൽ നിന്ന് പെട്ടെന്ന് ഒപ്പിച്ച് ഇവർക്കെല്ലാം പൈസ എടുപ്പിച്ച് കൊടുത്തു KC വേണുഗോപാല. ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കേൾക്കും. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കും, നീ തന്നെ മുഖ്യമന്ത്രി ആവണം, ഇനിയും വേണം ഫണ്ട്, വേണ്ടി വരും, അതുകൊണ്ട് നീ തന്നെ മുഖ്യമന്ത്രിയാ. അതിനുവേണ്ടി മനഃപൂർവ്വമാണ് AD തോമസ് എന്ന് പറയുന്ന ആളിനെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് മനസ്സിലായോ അത്? കാരണം ഈ KC വേണുഗോപാൽ ഇപ്പോൾ MLA ആയിട്ടില്ലല്ലോ. 6 മാസത്തിനകം MLA ആവണം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ്. അപ്പോൾ അത് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് AD തോമസ്. അങ്ങോട്ട് മാറി നിൽക്കുക, നിന്നെ ഞാൻ ആലപ്പുഴയിൽ MP ആക്കി തരാം, അതിന് വരെ നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ പിന്നെ അവിടെ നിന്ന് മത്സരിക്കട്ടെ. ഈസിയായിട്ട് ജയിക്കും ആലപ്പുഴ, 100%. ആര് തീർത്താലും ജയിക്കും, ഒരു സംശയം വേണ്ട. ജനപ്രിയനാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. അഴിമതി കേസുകളുണ്ട്. വേറൊരു കാര്യം, ഈ 3 പേരുടെ കേസിലും അഴിമതി കേസുകൾ നിലനിൽക്കുക. KC വേണുഗോപാലിൻ്റെ പേരിൽ സരിതാ നായർ കൊടുത്തിട്ടുന്ന ഒരു പരാതി ഇപ്പോഴും കോടതിയിലുണ്ട്. അപ്പോൾ ഇത് 3 പേരും അഴിമതി കേസുകളിൽ, അതുപോലെ തന്നെ പീഡന കേസുകളിലെയും പ്രതികളാണ് KC വേണുഗോപാൽ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. VD സതീശൻ്റെ പേരിലുണ്ട്. പുനർജനി എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുമതിയില്ലാതെ, കേന്ദ്ര ഗവൺമെൻറ് അനുമതിയില്ലാതെ വിദേശങ്ങളിൽ പോയി ഫണ്ട് പിരിച്ചു എന്നുള്ള കേസ് കിടക്കുന്നുണ്ട്. ED വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാനെങ്കിലും കഴിയും. അത് EDയുടെ കയ്യിലുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പവർഫുള്ളാണ് ഇപ്പോഴേ. അതുകൊണ്ട് എനിക്കറിയില്ല എന്താ സംഭവിക്കുക. KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാവുമെന്നാണ് തോന്നുന്നത്. അതാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടാത്തത്. രാഹുൽ ഗാന്ധി ഒരു വാക്ക് പറഞ്ഞാൽ KC ഈ ക്ലെയിം അവസാനിപ്പിക്കും. അങ്ങനെയല്ല, രാഹുൽ ഗാന്ധി കുത്തിപ്പൊക്കുകയാണ് KC വേണുഗോപാലിനെ. മറ്റവന്മാർ 2 പേര് ഇപ്പോൾ ആവണ്ട, നീ ആവ്. വേണമെങ്കിൽ കൂടുതൽ ക്ലെയിം നടത്തുകയാണെങ്കിൽ പിന്നെ VD സതീശന് ആഭ്യന്തരം കൊടുത്തേക്ക്. അങ്ങനെയായിരുന്നല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് ആഭ്യന്തരമന്ത്രിയായത്. മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. പക്ഷേ അദ്ദേഹത്തിന് ഒരു പിന്നെ പൂട്ടിടാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പെടുത്ത് പിണറായിയുടെ ഇഷ്ടക്കാരനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അന്ന് കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും
അവസാനവും ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത്. രമേശ് ചെന്നിത്തലയുടെ കാര്യം കഷ്ടം തന്നെയാണ്. NSSൻ്റെ ആഗ്രഹം സഫലം ആകില്ല എന്നാണ് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ കേന്ദ്രത്തിലെങ്ങാനും വിളിക്കും. കേന്ദ്രത്തിലിപ്പം അവർക്ക് മന്ത്രിസഭയില്ല. കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ഓർഗനൈസിങ് സെക്രട്ടറിയുടെ ഒഴിവ് വരികയാണ്. ആ ഭാഗത്തേക്കെങ്ങാണോ അദ്ദേഹത്തിന് ഇനി പോവാം എന്നുള്ളതിനപ്പുറം ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ആളും അദ്ദേഹം. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇറ്റ് ഇസ് എ പ്രൊട്രാക്റ്റഡ് ബിസിനസ്. ഏതായാലും ഒരു ഭരണമാറ്റം ആഗ്രഹിച്ച് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ട് ഇതൊരുമാതിരി ജനങ്ങളോട് നന്ദികേട് കാണിക്കുന്ന പോലെയാവും ഇവർ ഈ വേഗത്തിൽ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഈ പറയുന്ന ആയുസ് 5 വർഷം തന്നെയായിരിക്കും. ജനങ്ങൾക്ക് ഇപ്പോൾ മാറ്റി ചിന്തിക്കാൻ വലിയ കാലതാമസമൊന്നും വേണ്ട. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒത്തൊരുമയും കാര്യങ്ങളും ഇല്ലാതെ അടിപിടിയും കാര്യങ്ങളാവുകയാണെങ്കിൽ ഇതേ ജനങ്ങൾ തന്നെ തോൽപ്പിക്കാനും ജനങ്ങൾക്ക് ഇതേ ചൂണ്ടുവരൽ തന്നെ മതിയാകും. തീർച്ചയായിട്ടും നമുക്ക് എത്രയും വേഗം തന്നെ ഒരു KPCC ഒരു പത്രസമ്മേളനം കേൾക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഉടനെ തന്നെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മറ്റുള്ള വകുപ്പ് മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഒരു അറിയിപ്പ് വരും എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി എത്ര 24 മണിക്കൂറുകൾ ഇനി അതിനു വേണ്ടി പിന്നിടണമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് പക്ഷേ ജനങ്ങളുടെ ആഗ്രഹം. പക്ഷെ അതനുസരിച്ചല്ല കോൺഗ്രസിന്റെ നേതൃത്വം പ്രവർത്തിക്കുന്നു.